ലേറ്റസ്റ്റ് ആയിട്ട് വിജയൻ്റെ മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അതിൽ കുറേയധികം താരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോസും ഫോട്ടോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ വിജയനും കുടുംബത്തിനുമെതിരെ ഭയങ്കരമായിട്ടുള്ള അധിക്ഷേപങ്ങളൊക്കെ ഒരു കമൻറ്റ് ബോക്സിൽ വീഡിയോസിൻ്റെ ഫോട്ടോസിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ആദ്യമേ തുടങ്ങുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു ചെറുക്കൻ്റെയും കളറിൻ്റെയൊക്കെ വെച്ചിട്ടാണ്. ഇങ്ങനത്തെയൊക്കെ കറുത്തായിരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് വെളുത്ത പെണ്ണിനെ മാത്രമേ കിട്ടത്തുള്ളൂ, കറുത്ത ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചുകൂടെ, കളറിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ലെന്നൊക്കെ പറയും. എന്നാൽ പോലും ഇതേ കണക്ക് കല്യാണമൊക്കെ വരുമ്പം ഈ ഒരു കളർ നോക്കിയിട്ടൊക്കെയാണ് ഈ കല്യാണം കഴിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ചെറുക്കൻ്റെയും അതുപോലെ തന്നെ പെണ്ണിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പെണ്ണെന്ത് ട്രാൻസ്ജെൻഡർ ആണോ, മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയധികം നെഗറ്റീവായിട്ട്. പിന്നെ വിജയൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് മണ്ഡപത്തിൽ കുറച്ച് ഷൂ ഇട്ടുകൊണ്ട് കയറി നിൽക്കുന്നു. ആ സമയത്ത് കുറേയധികം പേര് എത്ര വലിയ പണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ആ ഒരു കൾച്ചർ വരത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. ലോക്കലി എന്നാന്നൊക്കെ പറഞ്ഞ് വിജയനെതിരെയൊക്കെ കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിജയൻ്റെ വൈഫിൻ്റെ നിറത്തെ പറ്റിയൊക്കെ ഇത് കണക്ക് കണ്ടില്ലേ, വെളുത്ത പെണ്ണിനെ കല്യാണം കഴിച്ച്, അതെന്താ കറുപ്പ് പെൺകൊച്ചിനെ കല്യാണം കഴിച്ചുകൂടായിരുന്നു, കറുത്ത പെൺകൊച്ചിനെ കല്യാണം കഴിച്ചുകൂടായിരുന്നു, പിന്നെ അതാണ് ഇതാന്നൊക്കെ പറഞ്ഞങ്ങ് ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഓരോരുത്തർ നെഗറ്റീവായിട്ട് കമൻറ്റ്സ് ഇടാൻ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഡാൻസ് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എല്ലാം ഇത് തന്നെയാണ്. അവരെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സ് അങ്ങ് ഭയങ്കരമായിട്ട് കളറിൻ്റെ പേരിൽ എല്ലാത്തിലും ഓരോന്ന് ചെയ്ത് അങ്ങ് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് കാണുന്ന സമയത്ത് തോന്നി ഇത് കണക്ക് കേരളത്തിൽ ഇത്രയും ഭയങ്കര നമ്മളെല്ലാ കാര്യത്തിലും മുമ്പിലാണെന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെ ഇതിൻ്റെ കാര്യത്തിൽ മുമ്പിലാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും.